മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ കരട് പട്ടികയിലെ പരാതി പ്രവാഹം തുടരുകയാണ്. ഒരു ഉരുൾ ദുരന്തത്തെ മുഖാമുഖം കണ്ടതിന് ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ല ചൂരൽമല അറാട്ടപ്പാടിയിൽ ഉള്ളവർക്ക്. പക്ഷേ പുനരധിവാസ കരട് പട്ടിക വന്നപ്പോൾ ഇവരെ ഉൾപ്പെടുത്തിയിട്ടില്ല. സ്വന്തമായി വീടില്ലാത്ത ഈ കുടുംബങ്ങളെ പട്ടികയിൽ ഉൾപ്പെടുത്താത്ത സാഹചര്യത്തിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങുകയാണ് ഇവിടെയുള്ളവർ. ഈ മാസം 12-ന് ദുരന്തഭൂമിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കും. മുണ്ടക്കൈയിലെ പാടിയും ഇത്തരത്തിൽ പട്ടികയിലില്ല. ചൂരൽമല മുണ്ടക്കൈ റോഡിലെ റാട്ടപ്പാടിയാണിത്. ഉരുൾ പൊട്ടിയൊലിച്ച് കടന്നുപോയത് ഈ പാടിക്ക് തൊട്ടു താഴെ കൂടി. എന്നിട്ടും ഈ പാടിയെ ഒഴിവാക്കിയാണ് ജോൺ മത്തായി കമ്മീഷൻ ഇവിടെ കല്ലിട്ട് പോയിട്ടുള്ളത്. 3 ലിസ്റ്റ് വന്നപ്പോൾ ഞങ്ങൾ അതിലുണ്ടാവും എന്നുള്ള പ്രതീക്ഷയായിരുന്നു. എന്താ ഇത്രയും ദുരിതങ്ങൾ ഇത് കണ്ടിട്ട്. പക്ഷെ അതിലൊന്നും ഞങ്ങളെ പേരുമില്ല, ഒന്നുമില്ല. ഇപ്പം ഞങ്ങൾക്ക് ഉറക്കില്ല. ഇനിയിപ്പോൾ ഇതിന്നൊരു വീടില്ലെങ്കിൽ ഞങ്ങൾ എവിടെ പോകുന്നുള്ള ആശങ്കത്തിലാണ് ഞങ്ങൾ ഇപ്പോഴും ഓർക്കുന്നത്. അതുകൊണ്ട് സർക്കാർ ഇത് ഞങ്ങൾക്ക് കണ്ണുറന്ന് ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തണം എന്നാണ് ഞങ്ങൾക്കൊക്കെ പറയാനുള്ളത്. എന്താ വെച്ചാൽ ഞങ്ങൾ അത്ര ഇപ്പോൾ വേദന അനുഭവിച്ചിട്ട് ഞങ്ങൾക്ക് ഉറക്കില്ലാത്തൊരു ജീവിതമാണ്. ഇപ്പോൾ ഭക്ഷണം വരെ ഇപ്പോൾ തൊണ്ടയിൽ നിന്ന് ഇറങ്ങണില്ല. ഞങ്ങൾക്കൊരു വീടില്ലല്ലോ എന്നുള്ള വിഷമത്തിൽ. മുണ്ടക്കൈ HML ഫാക്ടറിക്ക് സമീപമുള്ള 4 പാടികളാണ് 3 പട്ടികയിലും ഉൾപ്പെടാതെ പോയത്. ഇവർ 25ഓളം കുടുംബങ്ങളുണ്ട്. ഇതിൽ തൊഴിലാളികളുണ്ട്, വാടകയ്ക്ക് താമസിച്ചവരുണ്ട്. പാടിക്കാരെങ്ങനെ ഒഴിവാക്കാൻ പാടില്ലല്ലോ. ഞങ്ങൾക്കല്ലാതെ വേറെ പോകാൻ ഒരു വീടോ സ്ഥലമോ ഞങ്ങൾക്കൊന്നുമില്ല. ഈ വാടകയിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് ഭയങ്കര കഷ്ടം. അന്നത്തെ രാത്രി ഞങ്ങൾ അനുഭവിച്ച ചെറിയ ചെറിയ കുഞ്ഞു മക്കൾ. ഞങ്ങൾ വരാൻ നിന്നാലും ഞങ്ങളെ മക്കൾ ഇങ്ങോട്ട് വരികയില്ല. ഈ പാടിയോട് ചേർന്നാണ് ജോൺ മത്തായി കമ്മിറ്റി കല്ലിട്ടിരിക്കുന്നത്. നോ ഗോ സോൺ പരിധി അല്ലെന്നാണ് ന്യായീകരണം. ഇതിന് തൊട്ടുതാഴെയാണ് ഉരുൾ പൊട്ടി ഒലിച്ചിരിക്കുന്നത്. HML ഫാക്ടറിയെ സംരക്ഷിക്കാനാണ് പാടികളെ നോ ഗോ സോൺ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നതെന്ന് കുടുംബങ്ങൾ ആരോപിക്കുന്നു. 5 പാടികളിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് 50 മീറ്ററിൽ ചുരുങ്ങിയതേ ഉള്ളൂ. ഇവിടെ ഇത് ഉൾപ്പെടുത്താതെ പോയത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഫാക്ടറിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും ഇവിടുത്തെ ലയങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും ഇവിടെ ഇതര സംസ്ഥാന തൊഴിലാളികളെ വീണ്ടും പാർപ്പിക്കാൻ വേണ്ടിയിട്ടുമാണ് ഇവർ ഇവിടെ നിൽക്കുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പടവട്ടിക്കുന്ന്, അട്ടമല, റാട്ടപ്പാടി, മുണ്ടക്കൈ പാടി തുടങ്ങിയ പ്രദേശങ്ങളെ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ഉരുൾ പൊട്ടിയൊലിച്ച് കടന്നുപോയ പുന്നപ്പുഴയുടെ തൊട്ടടുത്താണ് റാട്ടപ്പാടി. എന്നിട്ടും എന്താണ് ഗുണഭോക്തൃ ലിസ്റ്റിൽ ഇവർ ഉൾപ്പെടാതെ പോയത്? ഈ ചോദ്യം ഉയർത്തിക്കൊണ്ട് പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് ഇവിടുത്തുകാർ. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. റാട്ടപ്പാടി നിവാസികൾ ആശങ്കയിലാണ്. സർക്കാർ അവർക്ക് വേണ്ടി ഇടപെടുമെന്ന് പ്രതീക്ഷിക്കാം. അവരുടെ പ്രതികരണങ്ങളിലേക്ക്. സർക്കാരിൻ്റെ ഒരു നിയമപ്രകാരം എന്ന് വെച്ചാൽ അവിടുന്ന് ദുരന്തം സംഭവിച്ചതിൻ്റെ അവിടെ നിന്നാണ് അളവെടുക്കേണ്ടത്. ഇപ്പോൾ മത്തായി സർക്കാരിൻ്റെ അളവെന്ന് വെച്ചാൽ ഇപ്പോൾ അവിടുത്തെ ഒരു മാനദണ്ഡം പ്രയോഗിച്ചിട്ട് പുഴൻ്റെ സെൻറ്ററിൽ നിന്ന് അളവെടുത്തിട്ട്, അതായത് നിലവിൽ പുഴൻ്റെ അവിടെ നിന്നാണ് അളവെടുത്തിട്ടുള്ളത്. പക്ഷേ ആ മാനദണ്ഡം നേരെ താഴെ 2 പാടികളുണ്ട്. ആ പാടിക്ക് ബാധിച്ചിട്ടില്ല. അവർ നേരെ എന്താക്കി, അവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. ഗ്രൗണ്ടിൽ കൂടെ നേരെ അവിടുന്ന് അളവെടുത്തിട്ട് നേരെ ഒരു 30 മീറ്ററിൻ്റെ അടുത്ത് വെച്ചിട്ട് 50 മീറ്ററും തികയില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഞങ്ങളെ മാത്രം ഇവിടെ സംരക്ഷിച്ചിട്ട് 2-3 പാടികളെ മാത്രം ഉൾക്കൊള്ളിച്ചിട്ട് ഗവൺമെൻറ് എന്തോ ഒരു ആസൂത്രണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. HMLന്റെ ഫാക്ടറിയും കാര്യങ്ങളും തൊട്ടടുത്തായിട്ടുണ്ട്. മിനിമം ജോൺ മത്തായിൻ്റെ കല്ലളന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 20 മീറ്റർ പോലും അളവ് വരുന്നില്ല. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അടുത്ത തൊഴിലാളികൾ കംപ്ലീറ്റും ഈ എസ്റ്റേറ്റ് പാടികളിൽ കൊണ്ടുവന്ന് താമസിക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഗോസോൺ ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കളികളാണ് സർക്കാരും HMLും കൂടി ഉള്ള ടൈപ്പിലാണെന്നുള്ള എനിക്ക് തോന്നുന്നത്. ഗവൺമെൻറ്റിലായിരുന്നു ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായി. ഞങ്ങൾ എന്തായാലും ഉൾപ്പെടി 11-ാം വാർഡേ ഇല്ലാതായ അവസ്ഥയിൽ ഞങ്ങളെ ഇങ്ങനെ അവർ ഒഴിവാക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. ഇത് ആരെ സംരക്ഷിക്കാനാണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഞങ്ങൾ പോലുള്ള കുറച്ച് പാവങ്ങളാണ് ഇപ്പോൾ ഇതിൽ കിടന്ന് വലയുന്നത്. ഞങ്ങൾക്ക് എന്തായാലും നിർബന്ധമായിട്ടൊരു വീട് വേണം. ഞങ്ങൾക്ക് ഇനി ഇങ്ങോട്ട് തിരിച്ചു വരാൻ ഒരു താല്പര്യവുമില്ല. എന്താ വെച്ചാൽ ഞങ്ങൾക്ക് വരാൻ പറ്റൂല. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഞങ്ങളെ എല്ലാവരും നഷ്ടപ്പെട്ടതാണ്. ഞങ്ങൾ ആ നഷ്ടപ്പെട്ട മണ്ണിലേക്ക് ഞങ്ങൾക്ക് ഇനി വരാൻ ഞങ്ങൾ വരൂല.